ഞങ്ങൾ ടൊയോട്ട മ്യൂസിയത്തിൽ പോയപ്പോഴാണ് ഹേസൽ ഇതുപോലെ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് വാശി പിടിച്ച് കരഞ്ഞത്. ഒരു ഹാൻഡ്ലൂം ഇൻഡസ്ട്രിയെ സ്റ്റാർട്ട് ചെയ്ത ടൊയോട്ട ഇന്ന് കാണുന്ന നിലയിൽ എത്തിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്തായാലും ഈ മ്യൂസിയം ഒന്ന് വിസിറ്റ് ചെയ്യണേ. ഞങ്ങളുടെ ഇംഗ്ലീഷ് ഗൈഡാണ് ഇദ്ദേഹം. ഈ കാണുന്ന റോബോട്ട് വയലിൻ വായിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കുറേ ഹിസ്റ്ററി കണ്ട് ഞങ്ങൾ പ്രസന്റ് കാറിൽ എത്തിയിരിക്കുകയാണ്. കാറിൻ്റെ അകവും കാര്യങ്ങളൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഈ റോബോട്ടുകളെല്ലാം കൂടി ഒരു കച്ചേരി നടത്തുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതിനുള്ള ടെക്നോളജിയൊക്കെ ആയി. പിന്നെ ഇത് വെറും മ്യൂസിയം ഒന്നല്ലേ, നമുക്ക് കുറച്ച് ഇൻട്രാക്റ്റീവായിട്ട് കാര്യങ്ങൾ കാണാൻ പറ്റും. നമുക്ക് തന്നെ ഇത് ഞെക്കിയിട്ട് ഓരോന്ന് മൂവ് ആക്കുകയും പ്രവർത്തിപ്പിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റുമേ. അങ്ങനെ ഒരു കാറ് എങ്ങനെ ഫുള്ളായിട്ട് പണിതെടുക്കുന്നതെന്നുള്ളതെല്ലാം നമ്മൾ അവിടെ കണ്ടേ. ശരിക്കും ഈ കമ്പനിയുടെ പേര് ടൊയോട്ട എന്നായിരുന്നു, അവരുടെ ഫാമിലി നെയിം ആയിരുന്നു. പിന്നെ എല്ലാവർക്കും പ്രൊണൗൺസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ടൊയോട്ട എന്നാക്കിയത്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടൊയോട്ടയുടെ കുറച്ച് പോപ്പുലർ കാറുകളാണ്. പിന്നെ ഇപ്പം കമ്പനിയുടെ പേര് മാത്രമല്ല ടൊയോട്ട എന്നുള്ളത്, കമ്പനി സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തിൻ്റെ പേരും ടൊയോട്ട എന്ന് തന്നെയാണ് ഇപ്പം അറിയപ്പെടുന്നത്. അങ്ങനെ വർഷത്തിൽ ഒരിക്കൽ മാത്രം പുറത്തിറക്കി ഓടിച്ചു കാണിക്കുന്ന ഈ ക്ലാസിക് വണ്ടികൾ ഞങ്ങൾക്ക് കാണാൻ പറ്റിയേ.